ശബരിമല അയ്യപ്പന്റെ വഴിപാടുകളും പൂജകളും ഒക്കെ കരിഞ്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതെ എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക്. കാരണം ആ അവസ്ഥയിലാണ് ശബരിമല ഉള്ളത് എന്നുള്ളതാണ്. പടിപൂജയുടെ അഴിമതി നടന്നു എന്നുള്ള അഴിമതിയാണ്, പടിപൂജയിൽ ആകെ അഴിമതിയാണ് എന്നുള്ളതിൻ്റെ വാർത്തയാണ് വരുന്നത്. ഈ വാർത്ത മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെപ്പാടെ ഈ വാർത്തയുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ മാത്രമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് ഇത് വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അഴിമതി എന്നുള്ളത്. അതായത് വിജിലൻസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തലാണ് വ്യാപക ക്രമക്കേട് ഈ പടിപൂജയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത്. അതായത് പടിപൂജ നമ്മൾ ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആതിരെ പോയിട്ട് പടിപൂജയ്ക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2042 വരാൻ പറയും. അന്നാണ് ആതിരയ്ക്ക് ഒരു സ്ലോട്ട് കിട്ടുക പടിപൂജയ്ക്ക്. അതുവരെയും ബുക്ക്ഡ് ആണ്. ഒരു പടിപൂജയുടെ ഫീസ് എന്ന് പറയുന്നത്, അവിടെ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഏതാണ്ട് 1,35,000 രൂപയാണ്. അത്രയേറെ തുക കൊടുത്തിട്ടാണ് ഈ പറയുന്ന പടിപൂജ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും തുകയുണ്ട്. 37 ലക്ഷം, 1,37,000 രൂപയ്ക്കല്ലാതെ നമുക്ക് പടിപൂജ ബുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശബരിമലയിൽ, അതായത് വിജിലൻസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ശബരിമലയിൽ 2041 വരെയുള്ള പടിപൂജ മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരും അവരുടെ ബിനാമികളുമാണ്. ഇവരിത് പടിപൂജ അങ്ങ് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തതിന് ശേഷം ആ സമയമാകുമ്പോൾ 10 ഇരട്ടിക്ക്, അതായത് ഞാനിപ്പോൾ പടിപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ സ്ലോട്ട് ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, പടിപൂജയ്ക്ക് വേണമെങ്കിൽ സ്ലോട്ട് ഒപ്പിച്ച് തരാം, 10 ഇരട്ടി പൈസ തരണം. അതായത് 1,37,000 എന്നുള്ളത് ഏതാണ്ട് 13 ലക്ഷം രൂപയോളം കൊടുത്താൽ മാത്രമാണ് നമുക്ക് പടിപൂജ ചെയ്യാൻ കഴിയുക. എന്നാൽ ഇതൊന്നും, ഈ പറയുന്ന പടിപൂജയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ 13 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലോട്ട് കിട്ടുന്നു, നമ്മൾ പടിപൂജ ചെയ്യുന്നു. അപ്പോൾ ഈ പൈസ 13 ലക്ഷം രൂപ സർക്കാർ അക്കൗണ്ടിലേക്കല്ല പോവുക, ഇത് ഈ പറയുന്ന ബിനാമികളുടെ കയ്യിലേക്കാണ്. കാരണം ഇവർ ഓൾറെഡി 1,35,000 രൂപ എടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശബരിമലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രമക്കേട് എന്ന് വിജിലൻസ് ഇൻ്റലിജൻസ് പറയുന്നു. ശബരിമലയിൽ 18 തരം പൂജകളുണ്ട്, 39 തരം സമർപ്പണങ്ങളുണ്ട്, അല്ലെങ്കിൽ വഴിപാടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതിലെല്ലാത്തിലും അഴിമതി എന്നാണ് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്, ഒരു സ്വർണ്ണപ്പാളിയിൽ തുടങ്ങിയതാണ്. ഭഗവാന്റെ വാതിൽപ്പടിയിലും ഈ പറയുന്ന കട്ടളപ്പടിയിലും ഉണ്ടായിരുന്ന വാതിൽപ്പടിയിലും ഉണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി അതിൽ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ള കേസാണ് ആദ്യം തുടങ്ങിയത്. അത് അവസാനം ദശാവതാര വിഗ്രഹങ്ങളിൽ അടക്കമുള്ള സ്വർണത്തിലേക്ക് എത്തി, പിന്നെ അവിടുത്തെ കൊടിമരത്തിലേക്ക് എത്തി, ഇപ്പോൾ അതാ പൂജകളിലും വഴിപാടുകളിലും അടക്കം വൻ ക്രമക്കേടാണെന്ന് പറയുന്നത്. ഇതേ അവസ്ഥയാണ് എല്ലാ വഴിപാടുകളിലും പൂജകളിലും എന്ന് പറയാം. അതായത് ആടിയ എണ്ണയുടെ ഇപ്പോൾ വാർത്ത വന്നിരുന്നത്, അത് മറ്റു മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നതാണ്. ആടിയ ശിഷ്ടം നെയ്യ് എന്ന് പറയും, ഭഗവാന് സമർപ്പിച്ച നെയ്യുണ്ട്. ആ നെയ്യിൽ വലിയ അഴിമതി ഉണ്ടെന്ന് പറയുന്നു. അന്നദാനത്തിൽ ഇതുപോലെ ക്രമക്കേടുണ്ടെന്നാണ് പറയുന്നത്. അന്നദാനത്തുണ്ട് ശബരിമലയിൽ സദ്യ കൊടുക്കുമെന്നൊക്കെ ഇടയ്ക്ക് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സദ്യ കൊടുക്കുന്നതിൽ അടക്കം ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്നദാനത്തിൽ വലിയ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഈ പറയുന്ന പടിപൂജ ബുക്ക് ചെയ്യുന്ന പലരും ചെയ്യാറില്ല. ചിലർ പടിപൂജ ചെയ്യും, അതിൻ്റെ ബുക്ക് ചെയ്തിട്ട് ചിലർ ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആ സ്ലോട്ട് അവിടെ കിടക്കുകയില്ലേ. ഇല്ലെങ്കിൽ ബുക്ക് ചെയ്തവർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ പകരം ഇവർ മറ്റുള്ളവരെ കയറ്റി ഇവർ വലിയ തുക വാഴിച്ച് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ബിനാമികളാണ് അവരുടെ സ്വന്തം താല്പര്യത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ബുക്ക് ചെയ്ത പലർക്കും പൂജ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറിച്ച് വിൽക്കും, ഈ പറയുന്ന പൂജാ സ്ലോട്ടുകൾ, പടിപൂജയുടെ സ്ലോട്ടുകൾ മറിച്ച് വിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ മറ്റ് പൂജകളും ബുക്ക് ചെയ്താൽ മാത്രമാണ് നടക്കുന്നത്. അതായത് തങ്കി അങ്കി ചാർത്തിയുള്ള പൂജയ്ക്ക് 2035 വരെ ബുക്കിംഗ് ഉണ്ട്. അതുപോലെ അഷ്ടാഭിഷേകത്തിന് 2035 വരെ ബുക്കിംഗ് ആണ്. സഹസ്രകലശം 2030 വരെ ബുക്കിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ പൈസയ്ക്ക് ഇവർ കരിഞ്ചന്തയിൽ മറിച്ച് വിൽക്കും. ഇതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരും ഏജന്റുമാരും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതേ രീതിയിലാണ് ഉദയാസ്തമന പൂജ, പുഷ്പാഭിഷേകം, കളഭാഭിഷേകം എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ പൂജയിൽ മാത്രമല്ല, ഇപ്പോൾ ഉദയാസ്തമന പൂജ, പുഷ്പാഭിഷേകം, കളഭാഭിഷേകം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉദയാസ്തമന പൂജ ഒരു ദിവസം 2 തവണയല്ലേ ഉള്ളൂ. പിന്നെ പുഷ്പാഭിഷേകം എന്ന് പറയുന്നത് അത് ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ അർച്ചനയ്ക്ക് കൊടുക്കും പോലെ 1000 അർച്ചനയും 2000 അർച്ചനയും ഒന്നും ഒരു ദിവസം നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ കളഭാഭിഷേകവും അതിനൊക്കെ ക്രമമുണ്ട്. ഇപ്പം വാകച്ചാർത്ത് ഗുരുവായൂർ നടത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ ബുക്ക് ചെയ്ത് നേരത്തെ ചെല്ലണം. അതുപോലെയാണ് ഈ പറയുന്ന ശബരിമലയിലെ വിശേഷാൽ പൂജകളുടെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശേഷാൽ പൂജകൾ അർച്ചനകൾ പോലെയല്ല, നമുക്കപ്പോൾ പൈസ കൊടുത്ത് രസീത് അടച്ച് വാങ്ങിച്ചു കൊണ്ടുപോയി ഇത് അർച്ചന ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നതല്ല. ഈ വിശേഷാൽ പൂജകളിലെല്ലാം തന്നെ വലിയ ക്രമക്കേട് നടക്കുകയാണ്.
തട്ടിപ്പ് നടക്കുകയാണ് വ്യാപകമായിട്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ കക്കാമോ അതെല്ലാം കക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു വസ്തു ശബരിമലയിലെ ഒരു വസ്തു പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി പൂജയിൽ മാത്രമാണോ അഴിമതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജയിൽ മാത്രമല്ല, സന്നിധാനത്ത് റൂം കിട്ടണമെങ്കിൽ സന്നിധാനത്ത് പോയി താമസിക്കുമ്പോൾ സാധാരണ മാധ്യമപ്രവർത്തകർക്കൊക്കെ റൂം കിട്ടും, റിപ്പോർട്ടിങ് ചെയ്യാൻ പോകുകയാണെങ്കിൽ. അതല്ല, സന്നിധാനത്ത് പോയി നമുക്ക് താമസിക്കണമെങ്കിൽ സന്നിധാനത്ത് റൂമുണ്ട്. ആ റൂം കിട്ടാൻ വേണ്ടിയിട്ട് VIP പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ടും ദേവസ്വം ഗാർഡുകൾ, സെക്യൂരിറ്റി ജീവനക്കാർ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ പണം കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം വിൽപ്പന നടത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മളൊക്കെ ശബരിമലയിൽ പോകുന്നതാണ്, മാധ്യമപ്രവർത്തകരാണ്, നമുക്ക് ശബരിമലയുമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളവിടെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ശബരിമലയിലെ വരുന്ന ഭക്തൻ്റെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെയൊക്കെ വികാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയും അയ്യനെയും ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയും. ആ നടയിലൊക്കെ നിന്നിട്ട് പലപ്പോഴും നമുക്കൊക്കെ ഭാഗ്യം കിട്ടാറുണ്ട്. നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്കായിരിക്കും അഭിഷേകം നടക്കുന്നത്, മനസ്സങ്ങ് നിറയും. നമുക്ക് വലിയ നിർവൃതിയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് അയ്യപ്പനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. മറ്റവർക്ക് അതല്ല. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുനോറ്റ് കിട്ടുന്ന ഒരു അവസരമാണ്. അത് എല്ലാ വർഷവും അവർക്ക് വരാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ആറ്റുനോറ്റ് വരുന്ന ആ ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭ മുഹൂർത്തമായിട്ട് നമ്മൾ ഈ പറയുന്ന സന്തോഷം കിട്ടിയ നിമിഷം നമ്മൾക്ക് ഒരു വർഷം വരെ നമുക്കത് അതിൻ്റെ ആനന്ദത്തിൽ തന്നെ പോകുന്നെങ്കിലും അവർക്ക് അതിൻ്റെയൊക്കെ 10 മടങ്ങാണ് വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൊണ്ടുപോയി ഫ്രണ്ടിൽ നിർത്തിച്ച് സെക്യൂരിറ്റിയോ ഗാർഡോ ഒക്കെ മുന്നിൽ കൊണ്ടുനിർത്തി പൂജയൊക്കെ കാണാനായിട്ടുള്ള ഒരു അവസരം കൊടുത്താൽ ഒരു 5 മിനിറ്റ് എങ്ങാനും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയാൽ, നമ്മുടെ VVIPകളെ നിന്നിട്ടാണ് പരമാവധി 2-3 നിന്നിട്ട് പോകുന്നത്. അവർക്കൊരു 2-3 മിനിറ്റ് എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ അവർ എന്തും കൊടുക്കും, ജീവൻ വരെ കൊടുക്കും. അപ്പോൾ അതാണ് അയ്യപ്പനോടുള്ള ഭക്തിയും ആഴവും. അതിനെയാണ് ഇവർ മുതലെടുക്കുന്നത്. അതായത് സന്നിധാനത്ത് നിന്ന് റൂം കിട്ടാൻ, അവിടെ ഒരു VIP പരിഗണന കിട്ടാൻ, ഇതുപോലെ നടയിൽ നിന്ന് തൊഴാനായിട്ടൊക്കെയുള്ള പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ആ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പണം വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇത് വലിയ ക്രമക്കേടാണ് എന്നാണ് വിജിലൻസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ. ഇത് മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അത് ഫ്രണ്ട് പേജിൽ തന്നെ, 1ാമത്തെ പേജിൽ തന്നെ ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ വാർത്ത പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ ക്രമക്കേട് നടത്തിയിരിക്കുന്നു. ഓരോ പൂജയും കരിഞ്ചന്തയിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ പ്രധാനപ്പെട്ട പൂജ, പടിപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നിർമ്മലമായിട്ടുള്ളൊരു പൂജയാണ്. ആ പൂജയെ പോലും വിൽക്കുന്നു. അവിടുത്തെ സകല സംവിധാനങ്ങളിലും അഴിമതി, എല്ലാത്തിലും. എന്നാൽ ഈ ശബരിമലയിൽ ഇപ്പോഴും മലിനമായ സ്ഥലങ്ങളുണ്ട്, അഴുക്ക് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് വൃത്തിയാക്കാൻ ഇത്രയേറെ വരുമാനം വരുന്നത് കൈയിട്ട് വാരാനും കൊള്ളയടിക്കാനും ഒക്കെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും അഴിമതി നടക്കുമ്പോൾ ചുറ്റും തൊടുന്നതിലടക്കം എല്ലാത്തിലും അവിടെ പിന്നെ അന്വേഷിച്ചറിയാം അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്. അവിടെ വരുന്ന ഭക്തർ കൊണ്ടുവരുന്ന അരി, അതിന് കണക്കുണ്ടോ? എന്താ കണക്ക്? അപ്പോൾ ഈ ഇരുമുടിക്കെട്ടിൽ വരുന്ന അരി ബാക്കി അവിടെ ഇരുന്നു. അങ്ങനെ ഇടുന്ന ഒരേ 1-2 ആൾക്കാരല്ല, ഒരു ദിവസം തന്നെ 10,000-കണക്കിന് ആൾക്കാരാണ് ഇടുന്നത്. അപ്പോൾ ഒരു മാസം, ഒരു മണ്ഡലകാലത്ത് എത്രയാവും വരുന്നത്? ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇത് വല്ല അളവുണ്ടോ? ഇത് എത്ര ചാക്ക് കണ്ടായിരിക്കുന്നു? അത് എത്ര ലേലം ചെയ്തു? എത്ര തുകയ്ക്ക് പോയി? ഈ ലേലം പ്രോപ്പറാണോ? ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിയും? പിന്നെ എണ്ണ, നെയ്യ്, ഭഗവാന് സമർപ്പിക്കപ്പെടുന്ന ഓരോ വസ്തുക്കളും, ഇതിൻ്റെയൊക്കെ അഴിമതിയൊക്കെ എത്ര വലിയ തോതിലാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. മറ്റെല്ലാ കാര്യങ്ങളും, അവിടുത്തെ മുഴുവൻ നടപടികളിലും അഴിമതി ഉണ്ടെന്ന് നമുക്കിന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു കാര്യത്തിലല്ല, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ്. അതിൽ സംശയമില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സംവിധാനത്തിലാണ് ആ മഹാക്ഷേത്രം പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടുത്തെ മൂർത്തി ശരിക്കുമുള്ളതാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ആ മൂർത്തിയെ ഇവർ അടിച്ചുകൊണ്ട് പോയി വിറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? ആ ഭഗവാന്റെ വിഗ്രഹം ശരിക്കുള്ളതാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അതും കക്കാൻ മടിയില്ലാത്തവരായിരിക്കും ഇങ്ങനെ സ്വർണം അടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്വർണത്തിൻ്റെ നിറമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ കൊണ്ട് വിൽക്കുന്നവരാണ് എന്നുള്ളത് കൂടി ഓർക്കണം. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ശബരിമലയിലെ പൂജകൾ കരിഞ്ചന്തയിലേക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ VIP ദർശനത്തിന് വേണ്ടി പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൈസയ്ക്ക് ദർശനം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഔദ്യോഗിക കണക്കുകളിലില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ അഴിമതികളൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഭഗവാന് വരുന്ന, ഈ ക്ഷേത്രത്തിന് വരുന്ന വരുമാനം എത്രയോ ഇരട്ടിയായേനെ. അവിടെ റൂമുകൾ സജ്ജീകരിച്ച്, വലിയ തോതിൽ റൂമുകൾ സജ്ജീകരിച്ച്, അത് താമസിക്കാൻ സ്ഥലം കൊടുത്ത് അതിൽ നിന്നുള്ള ഫീസ്, അതിൽ നിന്നുള്ള വരുമാനം നേരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരുന്നുവെങ്കിൽ എത്ര വരുമാനം വരുമായിരിക്കും?
തിരുപ്പതി പോലെയൊക്കെ വലിയ വലിയ സൗഭാഗ്യത്തിൻ്റെ ലക്ഷ്മി സാന്നിധ്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് അത് മാറുകയും അത് ഭക്തജനങ്ങൾക്ക് ഉപയോഗപ്പെടുകയും ഈ നരകയാതന അനുഭവിക്കാതെ മണിക്കൂറുകൾ നീണ്ട ക്യൂ നിന്ന് നരകിച്ച് ക്ഷീണിച്ച് തളർന്ന് അവശരായി അയ്യനെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള അവസ്ഥയിൽ വരുന്ന ഭക്തൻ്റെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശബരിമലയ്ക്ക് കഴിയുമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് കൃത്യമായ അഴിമതി. അത് രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, ഇവിടുത്തെ ജീവനക്കാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരാണ്. അത് അഴിമതിയുടെ അങ്ങേയറ്റമാണ്, കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.